അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, റസൂലിന്റെ പള്ളിയിലാണ് പ്രവാചകന്റെ സുന്ദരമാക്കപ്പെട്ട ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട ഭൂമി. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ശ്രേഷ്ഠകരമാക്കപ്പെട്ട നാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്യാൻ അനുവാദം നൽകിയ 3 പള്ളികളിലൊന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ മദീനയുടെ മണ്ണിൽ വന്ന് പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏറെ ദയനീയമായി നോക്കി നിൽക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും ചെലവഴിച്ച് നടത്തിയ ദഅവത്തിന്, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശ ശിലകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ദാരുണമായ അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും അവരുടെ സമ്പത്തും സമയവും എല്ലാം ചിലവാക്കി ഉംറ കഴിഞ്ഞ് മദീനത്തെത്തി റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ആബലാദികളും ബേബലാദികളും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടി, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അവർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ആബലാദികൾ ബോധിപ്പിക്കുകയാണ്, കൈപ്പൊന്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, റസൂല് പഠിപ്പിച്ചത് ഇതല്ല. വിശുദ്ധ ഖുർആനോ പ്രവാചക സുന്നത്തോ പഠിപ്പിച്ച ആദർശമല്ലത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാന സന്ദർഭത്തിൽ രോഗബാധിതനായി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കൃത്യമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച ഗൗരവത്തോടുകൂടി ഉണർത്തിയ ഉപദേശം